ഹായ് പ്യാരെ വെച്ചു അനസാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ SSLC പരീക്ഷയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അനസാർ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആ ചോദ്യം? യെസ്, ഇതാണ് ആ ചോദ്യം. കിസാൻ സെ ചന്ദ് സവാലാത്ത്. നിങ്ങൾക്ക് കർഷകനുമായി ബന്ധപ്പെട്ട് കർഷകനെ നിങ്ങളുടെ മുന്നിൽ കിട്ടുകയാണ്. അപ്പോൾ ചോദ്യം ചോദിക്കണം. അപ്പോൾ കിസാൻ സെ സവാലാത്ത്, കർഷകനോടുള്ള സവാലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ. അപ്പൊ ഇതിന്റെ ബ്രാക്കറ്റിൽ ഗോവിന്ദ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ആരും ആകാം. അത് നിങ്ങൾ ആരെ ഇമാജിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊരു കർഷകനെ നിങ്ങളുടെ മുന്നിൽ കിട്ടുകയാണ്. അപ്പൊ അയാളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കർഷകനോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, അതാ പാടത്ത് കർഷകൻ എന്ത് ചെയ്യുന്നു, ആ ചോര നീരാക്കി അടിപൊളിയായിട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യമൊക്കെ ഫലപുഷ്ടിപ്പെട്ട് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, അല്ലേ? അപ്പൊ അവരെ അത്രമേൽ വെയിലും മഴയും ഒക്കെ അവര് പ്രയാസമില്ലാതെ അതിലും വെയിലത്തും മഴയത്തും ഒക്കെ പണിയെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മൾക്ക് ഒരുപാട് പണമുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളൊന്നും കൃഷി ചെയ്യാനൊന്നും തയ്യാറല്ലെങ്കിൽ പിന്നെ പണം കുറേ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ ലോകം മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കി. ആപ് ക്യാ ക്യാ ഗേത്തി ബാടി കർത്തേ ഹൈ? താങ്കൾ എന്തെല്ലാം കൃഷിയാണ് നടത്തുന്നത്? ക്യാ ക്യാ ഗേത്തിപാടി, എന്തെല്ലാം കൃഷിയാണ് താങ്കൾ ചെയ്യുന്നത്, അല്ലേ? അപ്പം ചിലപ്പം ഫ്രൂട്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ പച്ചക്കറി ആയിരിക്കും, അല്ലെങ്കിൽ പൂക്കളുടേതായിരിക്കും, അങ്ങനെ പല കൃഷികളുണ്ട്. അപ്പോൾ ഏതാണ് എന്നുള്ളത് നമുക്ക് ഏത് കർഷകനോട് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാം. പിന്നെ നമുക്ക് പറയാം, ആപ്കാ പസന്തീത ഗേത്തിപാടി ക്യാ ഹേ? താങ്കൾക്ക് ഇഷ്ടപ്പെട്ട, പസന്തീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗേത്തിബാടി ക്യാ ഹേ, കൃഷി ഏതാണ് എന്ന് നമുക്ക് പറയാം. ആപ്കോ ഖാദ് കഹാം സെ മിൽത്താ ഹേ? താങ്കൾക്ക് എവിടെ നിന്നാണ് വളം ലഭിച്ചിട്ടുള്ളത്? ഖാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളം, കഹാം സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന്, മിൽത്താ ഹേ ലഭിച്ചത്. പിന്നെ നോക്കി, ആപ് കിത്തനെ സാൽ സെ ഗേത്തി കർത്തേ ഹൈ? ആപ് താങ്കൾ, കിത്തന എന്ന് പറഞ്ഞാൽ എത്ര, സാൽ എന്ന് പറഞ്ഞാൽ വർഷം, എത്ര വർഷമാണ് താങ്കൾ കൃഷി ചെയ്യുന്നത്. പിന്നെ നോക്കിയ, ഫസ്ലി കബ് കാട്ടെ ഹൈ? കൃഷി എപ്പോഴാണ് വിളവെടുക്കുന്നത്? എപ്പോഴാണ്, ഫസ്ലി എന്ന് പറഞ്ഞാൽ വിളവ്, അപ്പം എപ്പോഴാണ് വിളവെടുക്കാൻ കഴിയുന്നത്? കബ് പറഞ്ഞാൽ എപ്പോൾ. അപ്പോൾ എപ്പോഴാണ് ഏകദേശം വിളവെടുക്കുന്നത് എന്ന് നമുക്ക് ഏതൊരു കർഷകനോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല, ഗേത്തി കെലിയെ അച്ചേ ബീച്ച് കഹാം സെ മിൽത്താ ഹേ? അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഗേത്തി കെലിയെ, കൃഷിക്ക് വേണ്ടി, അച്ചേ ബീച്ച് നല്ല വിത്ത്, ബീച്ച് എന്ന് പറഞ്ഞാൽ വിത്ത്, കഹാം സേ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്, മിൽത്താഹേ ലഭിക്കുന്നത്, എവിടെ നിന്നാണ് നല്ല വിത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഗേത്തി കെലിയെ, അല്ലെ, ഗേത്തി കെലിയെ ക്യാ ഖാദ് ഇസ്തേമാൽ കർത്തേ ഹേ? കൃഷിക്ക് വേണ്ടിയിട്ട് ക്യാ, എന്ത്, ഖാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, വളം. എന്ത് വളമാണ് കൃഷിക്ക് വേണ്ടി ഇസ്തേമാൽ കർത്തേ ഹേ, ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ ഏകദേശം എത്ര ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു? 1 2 3 4 5 6 7 7 ചോദ്യങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതിലൊരു 4 5 ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 4 മാർക്ക് ചുരുങ്ങിയത് നമുക്ക് എന്ത് കിട്ടും, ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനും നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് കഴിയുന്ന ചോദ്യങ്ങളാണ് അനസാറെ കിസാൻ ചന്ദ് സവാലാത്ത് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് ഇതിൽ 7 ഏറ്റവും ഉചിതമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന 4 5 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് SSLC പരീക്ഷ എഴുതണം. നിങ്ങളുടെ മനസ്സിലുള്ള പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. എല്ലാവിധ ആശംസകളും. അഗല വീഡിയോ മേ അനസാർ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.